നമസ്കാരം. സമീപകാലത്ത് തമിഴ് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഏറെ ചർച്ചയായി മാറിയ കാര്യമായിരുന്നു നടനും മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ സംഗീത കോടതിയിൽ ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. വിജയ് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങളും സംഗീത ഉന്നയിച്ചിരുന്നു. ഇത് തൃഷയാണെന്ന തീരുമാനത്തിലും ഏവരും എത്തുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ശേഷമായിരുന്നു വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എത്തിയത്. വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് മഹിളാ കോടതി ഓഗസ്റ്റ് 7 ഇന്നലെ മാറ്റുകയും ഉണ്ടായി. നിയമ നടപടികളുടെ ഭാഗമായി ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടത് ഉണ്ടായിരുന്നുവെങ്കിലും വിജയും സംഗീതയും കോടതിയിൽ എത്തിയിരുന്നില്ല. വീഡിയോ കോൺഫറൻസ് വഴി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാൻ ഇരുവരും നേരത്തെ അനുവാദം ചോദിച്ചിരുന്നെങ്കിലും കോടതി ആ ആവശ്യം കർശനമായി തള്ളിക്കളയുകയായിരുന്നു. കേസ് പരിഗണിക്കുമ്പോൾ സംഗീതയുടെ അഭിഭാഷകനോട് കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കൃത്യമായ ഫോർമാറ്റിലുള്ള വക്കാലത്ത് രേഖകൾ ഹാജരാക്കാത്തതിനെ കുറിച്ച് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചതായും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായും വിവാഹമോചന ഹർജികൾ പിൻവലിക്കുവാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. മക്കൾക്ക് വേണ്ടി വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും ഇക്കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിജയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 22 സംഗീതയ്ക്ക് ഒപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടുമെന്നും പ്രചരണങ്ങൾ വരുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഇരുവരും അനുനയിപ്പിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ തമിഴ് മീഡിയകളിൽ വിജയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പുതിയ കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയുടെ മകൻ സഞ്ജയ് അച്ഛനെ ഫോൺ ചെയ്ത് അമ്മയുമായി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞതായി ചിലരൊക്കെ പറയുന്നുണ്ട്. വിജയുടെ അമ്മയ്ക്ക് സംഗീതയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. വിജയുടെ അമ്മയ്ക്ക് ജ്യോത്സ്യത്തിൽ വലിയ വിശ്വാസമുണ്ടെന്നും ഡൽഹിയിലുള്ള ഒരു ഉന്നത ജ്യോത്സ്യന്റെ ഉപദേശപ്രകാരം അമ്മ ഇടപെട്ട് വിജയും സംഗീതയും തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കിയെന്നും പറയപ്പെടുന്നുമുണ്ട്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും പിണക്കത്തിന്റെ മഞ്ഞുരുങ്ങി എന്നുമാണ് വെളിയിൽ വരുന്ന വാർത്തകൾ. ഇതൊക്കെ തമിഴ് ചാനലുകളിലും യൂട്യൂബുകളും പുറത്തുവിട്ട വാർത്തകളാണ്. എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ആരും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കോടതിയിൽ നടന്ന ഇന്നലത്തെ നടപടികളിൽ അത്തരമൊരു ഒത്തുതീർപ്പിനെ കുറിച്ചോ ഹർജി പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരുവിധ പരാമർശങ്ങളും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ നിയമപരമായ വിവാഹമോചന ഹർജി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് നടി തൃഷ വിവാഹിതയായെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നത്. ഒരു പരിപാടിക്കിടെ തൃഷ എത്തിയപ്പോൾ കഴുത്തിൽ താലിമാലയും കയ്യിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായുള്ളതാണെന്ന് ആരാധകർ പറയുന്നുണ്ട്. തൃഷ ധരിച്ചിരിക്കുന്നത് താലി അല്ലെന്നും അത്തരത്തിലുള്ളൊരു ലോക്കറ്റ് മാത്രമാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തായാലും ഈ അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കുമെല്ലാം സോഷ്യൽ മീഡിയ വൈറലാക്കി മാറ്റിയിട്ടുമുണ്ട്. അതേസമയം വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. 1999 ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷം നീണ്ടുവന്ന ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് സംഗീത വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത്. വളരെ ഗൗരവകരമായ ചില ആരോപണങ്ങൾ ഈ വേർപിരിയലിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും വിജയ് മറ്റൊരു നടിയുമായി അടുപ്പമുണ്ടെന്നുമായിരുന്നു പ്രധാന ആരോപണം. ഈ വാർത്തകൾ ആരാധകർക്കിടയിൽ വലിയൊരു ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വീണ്ടും ഒന്നിക്കുവാനുള്ള സൂചനകൾ ഉണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വിവാഹമോചന നടപടികൾ പെട്ടെന്ന് അവസാനിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സഹപ്രവർത്തകയായ നടിയുമായുള്ള ബന്ധത്തിൽ ആവർത്തിച്ച് എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടും വിവാഹേതര ബന്ധം തുടർന്നുവെന്ന് സംഗീത ആരോപിക്കുന്നുണ്ട്. 2021 ഏപ്രിലാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. ആ നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് വിജയ് ഉറപ്പ് നൽകിയിട്ടും പാലിച്ചില്ല എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. താൻ കടുത്ത മാനസിക സംഘർഷവും അവഗണനയും അനുഭവിച്ചതായും സംഗീത പറയുന്നുണ്ട്. തനിക്ക് മുൻപ് ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ വിജയ് നിഷേധിച്ചതായും സാമ്പത്തിക നിയന്ത്രണങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ വിലക്കുകളും ഏർപ്പെടുത്തിയിരുന്നതായും സംഗീത ആരോപിച്ചിട്ടുണ്ട്. ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കോടതി നടപടികൾ പൂർത്തിയാക്കാൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം എന്നതാണ് സൂചന.
ചില റിപ്പോർട്ടുകൾ പറയുന്നത് വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകി സംഗീത ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ തയ്യാറാണെന്നാണ് ചിലരുടെ പരാമർശം. എന്നാൽ ഔദ്യോഗികമായി ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ഈ തർക്കങ്ങൾ വളരെ സങ്കീർണമായ ഒന്നാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവാഹമോചന വാർത്തകളോടൊപ്പം തന്നെ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളായിരുന്നു. പല പൊതുവേദികളിലും ആഘോഷങ്ങളിലും ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു എത്താറുണ്ടായിരുന്നത്. ഈ അടുത്ത സമയത്ത് നടൻ അജിത്തിന്റെ അമ്മ മരിച്ചപ്പോഴും ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അവിടെ എത്തിയിരുന്നത്. വിജയും സംഗീതയും വേർപിരിയുകയാണെങ്കിൽ വിജയ് നടി തൃഷയെ വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നാൽ സംഗീതയുമായുള്ള വിവാഹമോചനം നിയമപരമായി വേർപിരിഞ്ഞാൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. ഈ വിവാഹമോചന കേസ് നീണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും വിജയ് തൃഷ വിവാഹ ബന്ധത്തിൽ സാധ്യത മങ്ങലേൽക്കുകയുള്ളൂ. ഒരുപക്ഷെ സംഗീതയും വിജയും തങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനുമായി വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചാൽ തൃഷയുമായി ബന്ധപ്പെട്ട എല്ലാ അഭ്യൂഹങ്ങളും അടിസ്ഥാനരഹിതമായി മാറും. വിജയ് അത്തരമൊരു തീരുമാനം എടുക്കാൻ തൃഷയുടെ നിലപാട് എന്തായിരിക്കും എന്നും വലിയൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. വിജയ്ക്കൊപ്പം ചേർന്ന് ഗോസിപ്പുകൾ വരുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളോട് തൃഷ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. 43-കാരിയായ തൃഷ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ വളരെ പക്വതയോടെയാണ് സമീപിക്കാറുള്ളത്. തന്റെ ജീവിതത്തിൽ വിവാഹത്തിന് വലിയ മുൻഗണന നൽകുന്ന ഒരാളല്ല താനെന്ന് തൃഷ പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവിവാഹിതയായി തുടരുന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് വേർപിരിയുന്നതിനേക്കാൾ നല്ലത് അവിവാഹിതയായി ഇരിക്കുന്നതാണെന്ന നിലപാടുകാരിയാണ് തൃഷ. എങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിയെ ആവശ്യമാണെന്ന് തൃഷ സമ്മതിക്കുന്നുമുണ്ട്. തൃഷയുടെ മുൻകാല പ്രണയങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2015 ബിസിനസ്സുകാരനായ വരുൺ മാന്യനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് ആ ബന്ധം തകരുകയായിരുന്നു. വിവാഹശേഷം അഭിനയ ജീവിതം തുടരുന്നതിനെ വരുൺ എതിർത്തതിനാലാണ് ആ ബന്ധം വേർപിരിഞ്ഞതെന്നാണ് തൃഷ ഒരിക്കൽ പറഞ്ഞത്. നടൻ റാണ ദഗുബട്ടിനുമായുള്ള തൃഷയുടെ പ്രണയബന്ധവും ഒരു കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കാര്യമായിരുന്നു. വിജയും സംഗീതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സിനിമാ ലോകത്തെ ചർച്ചകൾ. കോടതിയുടെ അടുത്ത തീരുമാനവും അതിനുശേഷം ഇരുവരും സ്വീകരിക്കുന്ന നിലപാടുകളും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതായിരിക്കും. തൽക്കാലം നിയമ നടപടികൾ സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് കോടതിയിലെ ഇന്നത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ആരാധകരും മാധ്യമങ്ങളും ഏറെ ആകാംക്ഷയോടെയാണ് ഈ വിഷയത്തിലെ അടുത്ത നടപടിക്കായി കാത്തിരിക്കുന്നത്.